കൊല്ലം ബീച്ചിൽ കള്ളക്കടൽ പ്രതിഭാസം ശക്തമായ തീരത്തേക്ക് അടിച്ചുകയറി. രാത്രിയിലും ശക്തമായ കടൽക്ഷോഭം ഉണ്ടായെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അരുൺ രാജ് ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊല്ലം ബീച്ചിൽ നിന്ന്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ രാത്രി 1 മണിയോടെ തുടങ്ങിയ കള്ളക്കടൽ പ്രതിഭാസം ഇപ്പോഴും ഈ കൊല്ലം ബീച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗം ഇന്നലെ ഈ തിരയാണ്. ഈ തിര അടിച്ചു കയറി രൂപപ്പെട്ട വെള്ളക്കെട്ടാണ്. ഇപ്പോഴും ഈ കടലിൽ നിന്ന് വെള്ളം ഈ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആശങ്കയിലാണ് ഈ തീരദേശവാസികൾ അടക്കം ഇപ്പോൾ നിലവിലുള്ളത്. ഇന്നലെ രാത്രി എപ്പോഴാണ് സംഭവിച്ചത്? രാത്രി 11 മണിക്ക് കയറിയ കടല് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ് കടല്. അതിനിപ്പോ നമ്മൾ പറയാനൊക്കത്തില്ല. ഇനി കടൽ കയറാനുള്ള സാധ്യത ഉണ്ട്. സാധാരണ ഈ സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുള്ളതാണോ? ഇല്ല, ഈ സമയത്ത് അങ്ങനെ ഒന്നും വരത്തില്ല. സമാനം ആയിട്ട് കിടക്കുന്ന കടലാണിത്. ഈ ദൃശ്യങ്ങളിൽ കാണാം ഉന്മേഷ്, ഇപ്പോഴും ഈ വെള്ളം അത് തിരമാല അടിച്ച് ഈ തീരത്തേക്ക് ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇവിടെ കിടന്നുറങ്ങിയ മത്സ്യത്തൊഴിലാളികൾ ഈ വെള്ളം കയറുന്നത് കണ്ട് ഓടി തീരത്തേക്ക് മാറുകയായിരുന്നു പിന്നീട് ചെയ്തത്. ഈ ഡിസംബർ മാസത്തിൽ ഇത്തരം കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാറുള്ള രീതിയില്ല. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന ആശങ്ക ഇപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. ഈ മത്സ്യബന്ധനത്തിനടക്കം പോകുന്നതിന് ഇപ്പോൾ അവർക്ക് തടസ്സമായി തന്നെ നിൽക്കുകയാണ്. തീരത്തേക്ക് ഈ വള്ളങ്ങളെല്ലാം അടുക്കിയിരിക്കുകയാണ്. കാരണം ഇപ്പോഴും ഈ പ്രശ്നം ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്താണ് ഇനി തുടർന്ന് സ്വീകരിക്കേണ്ടത്? വീടുകളിലടക്കം ഇപ്പോഴും വെള്ളം കയറിയ ദൃശ്യങ്ങൾ കാണാം. അവിടെ കിടന്നവർ ഇന്നലെ ഓടി രക്ഷപ്പെടുകയാണ് ഇന്നലെ അടക്കം ഉണ്ടായത്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.